നിങ്ങൾക്കെതിരായി ശത്രു കൊണ്ടുവരുന്ന യാതൊരു ആയുധവും ഫലിക്കാൻ പോകുന്നില്ല. പിശാച് നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് അവിശ്വാസം, സംശയം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ അതിനെ തിരിച്ചറിയുമ്പോൾ പിശാചിന്റെ സകല തന്ത്രങ്ങളും നമ്മളെ വിട്ട് മാറിപ്പോകും. അവരുണ്ടാക്കിയ ഒരു കെണിയും ഒരു കുരുക്കും ഒരായുധവും ഫലിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ കർത്താവ് ഒരു ഉറപ്പ് തരികയാണ്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം നമുക്ക് അനുകൂലമാണ്. നമ്മൾ എന്ന് യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചോ, നമ്മുടെ അകത്ത് ക്രിസ്തു വന്നു കഴിഞ്ഞു, വിശ്വാസത്താൽ അവൻ നമ്മുടെ അകത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളാക്കാമെന്ന് കർത്താവ് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്നും നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവാണ് വസിക്കുന്നതെന്നും കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 3:16 എഴുതിയിട്ടുണ്ട്. അപ്പൊ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ഞാൻ ദൈവത്തിന്റെ മകനായി മാറി. അതോടുകൂടി ദൈവത്തിന്റെ ആത്മാവിനെ ഞാൻ എൻ്റെ അകത്തേക്ക് സ്വീകരിച്ചു. ഇന്ന് എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും എൻ്റെ മനസ്സും ദൈവത്തിന്റെ വകയാണെന്ന് മാത്രമല്ല, ഞാനെന്ന് പറയുന്ന ആൾ ദൈവത്തിന്റെ മകനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ മേൽ പകർന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിരോധമായി പിശാച് ആയുധങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ക്രിസ്തുവിന് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങളാണ്. വല്ലതും ഫലിക്കുമോ? ഒരായുധവും ഫലിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. നിങ്ങളുടെ അകത്ത് യേശു വസിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ അകത്ത് നിങ്ങൾ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് വിരുദ്ധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ഇസ്രായേൽ ജനങ്ങളെ നശിപ്പിക്കുവാനായിട്ട് ഫറവോ ചെങ്കടൽ അടുത്തുവരെ പിന്തുടർന്ന ഒരു കാര്യത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ആ ഫറവോയുടെ മനസ്സിലെ അല്ലെങ്കിൽ അവരുടെ അന്തർഗതം എന്തായിരുന്നു അറിയാമോ? ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും, ഞാൻ എൻ്റെ വാൾ ഊരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. ഇത് ഫറവോ പറഞ്ഞതാ. ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും, ഞാൻ എൻ്റെ വാൾ ഊരും, അവരെ നിഗ്രഹിക്കും. അതെ, ഇതാണ് ശത്രു ഓരോ ദിവസവും മെനഞ്ഞുകൊണ്ട് നടക്കുന്ന തന്ത്രം. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ തന്ത്രം ഉണ്ടാക്കിയ ശത്രു ഇത് പറഞ്ഞിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ചെങ്കടലിൽ തകർന്നു പോകാനിടയായി. ഹല്ലേലൂയ. തന്റെ ജനത്തെ, ദൈവത്തിന്റെ ജനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചവൻ വഴിയിൽ നശിച്ചുപോയി. നിങ്ങൾക്ക് വിരോധമായി ശത്രുത്വം ഉണ്ടാക്കുന്ന, തകർച്ചകൾ ഉണ്ടാക്കാൻ നോക്കുന്ന, കെണികൾ ഉണ്ടാക്കാൻ നോക്കുന്ന, അനർത്ഥങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്ന, നിങ്ങളുടെ ഭാവി തകർക്കാൻ പദ്ധതികൾ ഉണ്ടാക്കാൻ നോക്കുന്ന ശത്രു തകരുകയല്ലാതെ നിങ്ങൾക്ക് യാതൊരു ദോഷവും ഫലിക്കുകയില്ല, യാതൊരു ദോഷവും സംഭവിക്കുകയില്ല. നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ഹല്ലേലൂയ. എന്തൊരു പ്രൊട്ടക്ഷനാണ് നമുക്കുള്ളതെന്ന് അറിയാമോ? എലീശ പ്രവാചകന് എതിരായിട്ട് ആരാം രാജാവും ആരാം സൈന്യം എലീശയുടെ വീടിന് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുക, പിടിച്ചുകൊണ്ട് പോകാനും കൊല്ലാനും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിൽ. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയാമോ? യഹോവയുടെ ദൂതന്മാർ അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും ഒക്കെ ആയിട്ട് വലിയൊരു സൈന്യം തന്നെ എലീശയുടെ വീടിന് ചുറ്റും കാവൽ നിൽക്കുകയാണ്. ഈ പുറത്തുനിന്ന് വന്ന സൈനികർക്ക് അത് കാണാനായിട്ട് ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വന്നേക്കാം, പക്ഷെ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. എന്തായാലും അവർ അന്ധത വിളിച്ചു. അത്രമാത്രം ദൂതന്മാർ അവിടെ ഇറങ്ങി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണമുള്ളവരാണ്. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു. നാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരാ. എന്തൊരു പ്രിവിലേജാണ് നമ്മുടെ മേൽ കിടക്കുന്നത്. ഹല്ലേലൂയ. പഴയ നിയമ ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ആവസിക്കാത്തത് കൊണ്ട് ദൂതന്മാരുടെ കാവലാണ് അവർക്കുണ്ടായിരുന്നത്. എന്നാൽ പുതിയ നിയമ സഭയായ നാം യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ നാം ദൈവത്തിന്റെ മക്കളായി മാറി. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തേക്ക് വന്നു. നമുക്ക് ഇന്ന് യേശുവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ദൂതന്മാരുടെ കാവൽ. ഹല്ലേലൂയ. പൗലോസിനോട് ദൈവത്തിന്റെ ദൂതൻ എന്ന് പറയുക
കൊരിന്ത്യർക്ക് അപ്പോസ്തല പ്രവൃത്തി 18 അധ്യായത്തിൽ കൊരിന്ത്യ സ്ഥലത്ത് വെച്ച് പറയാണ്, ദൈവത്തിന്റെ ദൂതൻ രാത്രിയിൽ വന്ന് പറയാണ്, പൗലോസേ പേടിക്കണ്ട, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. 18:10 ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, നീ ധൈര്യമായിരിക്കും. ഇപ്പൊ ദൂതനുണ്ട് കൂടെ. പത്രോസ് കാരാഗൃഹത്തിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് അവനെ 4 പടയാളികളുടെ ഗ്രൂപ്പിനകത്ത് പിറ്റേ ദിവസം അവനെ പിടിച്ചു കൊല്ലാനായി ജയിലിലാക്കിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ആരും അറിയാതെ തന്നെ ആ ചങ്ങലകളെല്ലാം താഴെ കളഞ്ഞിട്ട് ഗേറ്റെല്ലാം തുറന്ന്, ഇരുമ്പ് വാതിലെല്ലാം തുറന്ന് അവനെ പുറത്തു കൊണ്ടുവരിക. അപ്പൊ നോക്കിക്കേ, യേശു ഉള്ളിലുള്ളവനെ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണവും വിടുതലിന്റെ കരവും ഒക്കെ നമുക്ക് വേണ്ടി അനുകൂലമായി വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ലെന്നേ. പിശാച് ഏതെല്ലാം തന്ത്രങ്ങൾ ഉണ്ടാക്കിയാലും, പിശാച് എന്തെല്ലാം ആയുധങ്ങൾ മെനഞ്ഞാലും നമുക്ക് വിരോധം ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. അതെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വിരോധമായി നിങ്ങളെ അപകീർത്തിപ്പെടുത്തുവാൻ, അപമാനിക്കുവാൻ, തകർക്കുവാൻ, ദുർവർത്തമാനങ്ങൾ ഉണ്ടാക്കുവാൻ, തെറ്റിദ്ധാരണ ഉണ്ടാക്കി നിങ്ങളെ നല്ല ബന്ധങ്ങളിൽ നിന്ന് അകറ്റിക്കളയാൻ ഒക്കെ ശത്രു ഉണ്ടാക്കുന്ന തന്ത്രങ്ങളൊന്നും നടക്കുകയില്ല. ദൈവം അതൊക്കെ നന്മയാക്കി മാറ്റും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. ശത്രുവിന്റെ ഒരായുധവും നടക്കില്ല. ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങൾ നിറവേറും. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിങ്ങൾ പ്രാപിക്കും. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടേതായി മാറും. പ്രിയ കർത്താവേ, ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, അവർക്കെതിരെ പിശാച് ഉണ്ടാക്കിയ ഒരായുധവും ഫലിക്കാതെ വണ്ണം കർത്താവിന്റെ കാര്യം അവർക്ക് വേണ്ടി അനുകൂലമായിരിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യം അവരുടെ കൂടെ ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ആലോചന കൂടെ ഇരിക്കട്ടെ. ദൂതന്മാരുടെ സംരക്ഷണം കൂടെ ഇരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കൾക്ക് അത് നിമിത്തം ഒരു വലിയ ജയം കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു. പിശാചിന്റെ മുഴുവൻ തന്ത്രങ്ങളെയും മുഴുവൻ പദ്ധതികളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തകർത്തു പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായി മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവേ, അവിടുന്ന് കൂടെ ഇരിക്കണമേ. വലിയൊരു ജയം നൽകണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറെ പേർക്ക് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.